പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് 7ാം ക്ലാസ്സിന്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതില് നോക്കൂ, സാമാന്യ നിർദ്ദേശ് കൊടുത്തിട്ടുണ്ട് അല്ലേ? സാമാന്യ നിർദ്ദേശില് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 15 മിനിറ്റ് का കൂൾ ഓഫ് ടൈം പ്രശ്നപത്ര വാചൻ के लिए है. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ചോദ്യ പേപ്പർ വായിക്കുന്നതിന് വേണ്ടിയാണ്. ഗതിവിധി ഏക ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എഴുതിയിരിക്കണം. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखे. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ അതില് നമുക്ക് ഒരെണ്ണം വിടാം. ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഖണ്ഡ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരഗ്രാഫ് നോക്കാം. നീതു ने एक फिल्म देखी. उसमें में गधा और लड़का था. फिल्म का नाम तहान था. लड़के का भी नाम तहान था. गधे का नाम बीरबल था. वे दोनों दोस्त थे. एक दिन बीरबल कहीं खो जाता है. तहान उसे ढूंढने निकलता है. अंत में दोनों दोस्तों की मुलाकात होती है. പറഞ്ഞിട്ടുള്ളത്, നീതു ഒരു ഫിലിം കണ്ടു, അതില് ഒരു ഗധയും ലഡിക്കയും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ഫിലിമിന്റെ പേരും തഹാനാണ്, ലഡിക്കയുടെ പേരും എന്താണ്? തഹാനാണ്. ഗധയുടെ പേരെന്താ? ബീർബൽ. അപ്പൊ രണ്ടുപേരും ചങ്ങാതിമാരാണ്. ഒരു ദിവസം നമ്മുടെ ബീർബലിനെ എവിടെയോ കാണാതാവുകയാണ്. അപ്പോ തഹാൻ അവനെ അന്വേഷിക്കുകയാണ്. അവസാനം രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അല്ലെ? നീതു ക്യാ ദേഖ്നെ ഗയി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉണ്ട്. നാടക്, ഫിലിം, നൃത്യ, സർക്കസ്. എന്താണ് നീതു കാണാൻ പോയത്? ഫിലിം. അത് ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഉണ്ട് അല്ലെ? നീതുനെ ഏക് ഫിലിം ദേഖി ഥി. ആൻസർ എന്താണ്? ഫിലിം. ഫിലിം കെ കിർദാർ കോൺ കോൺ ഹെ. രണ്ടാമത്തേത്, ഫിലിമിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഉസ്മേ മേ ഗധ ഓർ ലഡ്ക ഥാ. ആരൊക്കെയാണ്? തഹാൻ ഓർ ബീർബൽ, तहान और नीतू, बीरबल और नीतू, नीतू और पापा. ആരൊക്കെയാണ് വരിക? തഹാൻ ഓർ ബീർബൽ. അപ്പൊ ഫിലിം കാ നാം തഹാൻ താ എന്ന് പറയുന്നുണ്ട്. എന്താണ്? ലഡ്കെ കാ ബി നാം തഹാൻ താ, ഗധേ കാ നാം ബീർബൽ താ. അപ്പൊ തഹാൻ ഓർ ബീർബൽ ആണ് ആൻസർ വരിക. തഹാൻ കിസ് കിസ്കെ നാം ഹെ? ഫിലിം ഓർ ഗധേ के, गधे और लड़के के, फिल्म और लड़के के, गधे और लड़की के. ഫിലിം ഓർ ലഡ്കെ കാ. ഫിലിമിന്റെ പേരും ലഡ്കെ കാ നാമം എന്തായിരുന്നു? തഹാൻ ആയിരുന്നു അല്ലെ? ഈ പ്രസ്താവ് ചുൻകർ ലിഖേ. अंत में तहान और बीरबल बिछुड़ जाते हैं. अंत में तहान और बीरबल मिल जाते हैं. अंत में बीरबल और नीतू बिछुड़ जाते हैं. अंत में बीरबल और നീതു മിൽ ജാത്തെ ഹെ. ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അന്ത്മേ തഹാൻ ഓർ ബീർബൽ മിൽ ജാത്തെ ഹെ. നോക്കാം, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫിലിം മേ ബീർബൽ കി ഖോ ജാനെ സെ തഹാൻ ने क्या किया. ഫിലിമില് ബീർബൽ ഖോ ജാനെ സെ തഹാൻ ने क्या किया. എന്താണ് തഹാൻ ചെയ്തത്? ഓപ്ഷൻസ് നോക്കാം. തഹാൻ ने നോട്ടീസ് ചിപ്കായ. രണ്ടാമത്തെ, തഹാൻ ചുപ്ചാപ് ഘർ ചല. മൂന്നാമത്തേത്, തഹാൻ ബീർബൽ കോ ढूंढने निकला. നാലാമത്തേത്, തഹാൻ ने पुलिस को बुलाया. ഇതിലേതാണ് വരിക? തഹാൻ ബീർബൽ കോ ढूंढने निकला. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. പ്രേം की शिवा और कुछ नहीं. डायरी का यहांश पढ़े और प्रश्नों के उत्तर लिखे. പ്രേം കി ശിവ ഓർ കുച്ച് നഹി. ഡയറിയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മേം ഷാം अस्पताल के बाहर चाय पीने निकली. आंखें दुख रही थी. चाय वाले को कहा, छोटे कप में चाय दीजिएगा. उसने बड़े कप में चाय दे दी. പറഞ്ഞിട്ടുള്ളത്, ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിന് പുറത്ത് ചായ കുടിക്കാനായി പോയി. കണ്ണുകളൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ചായ കുടിക്കാതെ എന്തോ പോലെ ഉണ്ടായിരുന്നു ലേഖികയ്ക്ക്.
അപ്പോൾ ലേഖിക ചായക്കടക്കാരനോട് പറയാണ്, എനിക്കൊരു ചെറിയ കപ്പ് ചായ തരൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ അയാൾ എന്താ ചെയ്തത്? വലിയ കപ്പിൽ തന്നെ ചായ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം. ലേഖിക ആസ്പത്താൽ കെ ബാഹർ ക്യൂം നിക്കലി? എന്തിനാണ് ലേഖിക ഹോസ്പിറ്റലിന് പുറത്ത് പോയത്? ഓപ്ഷൻസ് ഉണ്ട്. പാനി പീനെ കെ ലിയെ, ചായ് പീനെ കെ ലിയെ, ഫോട്ടോകോപ്പി करवाने के लिए, റിപ്പോർട്ട് लेने के लिए. എന്തിനാണ്? ചായ് പീനെ കെ ലിയെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലേഖിക ഓർ ചായ് വാലെ കെ ബീച്ച് കി ബാത്ചീത് ലിഖേ. ലേഖികയും ചായക്കടക്കാരനും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖിക, ഭയ്യ ഏക് ഛോട്ടെ കപ്പ് മേ ചായ് ദീജിയേഗ. സഹോദര, ചെറിയ കപ്പില് ചായ തരൂ എന്ന് പറയുന്നുണ്ട്. ചായ് വാല ഹാജി ജറൂർ എന്നും പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ചെറിയ കപ്പിലാണ് ചായ ചോദിച്ചതെങ്കിലും നമ്മുടെ ചായക്കടക്കാരൻ ബഡേ കപ്പ് മേ ചായ് ദേദി, വലിയ കപ്പില് ചായ കൊടുത്തു അല്ലെ. അപ്പൊ ആ സമയത്ത് ലേഖിക എന്താണ് പറയുന്നത്? ഇപ്പൊ ഒരു വലിയ കപ്പില് ചായ കൊടുത്തു അല്ലെ. ചായ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മളുടെ ലേഖിക എന്താണ് ഒന്നുകൂടെ ഭയ്യ ചോട്ടെ കപ്പ് എന്ന് പറയാണ് അല്ലെ. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഭയ്യ ചോട്ടാ കപ്പ്. അപ്പൊ ചായ്വാല എന്താ പറയാണ്? അന്ന് സാരമില്ല, കുടിക്കൂ എന്നുള്ള മട്ടിലാണ് അവിടെ സംഭാഷണം എഴുതേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം പീജിയെ നാപ്പ്. പിന്നീട് ലേഖിക എന്താ പറയാ? ലേലോ പൈസ, ഈ പൈസ വാങ്ങൂ എന്ന് പറയാം. അപ്പൊ ചായ്വാല എന്താണ് പറയുന്നത്? നഹി മുझे പൈസ നഹി ചാഹിയെ, मैं आपकी രചനായും ഹമേഷ പഠിത്താ ഹും, ഇസ്ലിയെ മുझे മാലൂം ഹെ. അപ്പോ നിങ്ങളുടെ രചനകളെല്ലാതും ഞാൻ നല്ലതുപോലെ വായിക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ നമുക്ക് ഈ സംഭാഷണം എഴുതാം. വേറെ രീതിയിലും എഴുതാട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ജന്നത്ത് കെ ബच्चे ഫിലിമി ലേഖ് കാ യഹാംശ് പഠേ और പ്രശ്നോं के उत्तर लिखे. ജന്നത്ത് കെ ബच्चे ഫിലിമിലെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിലിം शुरू होती है बाजार के एक दृश्य से. यहाँ अली एक मोची की दुकान पर खड़ा अपनी बहन ज़ाहरा के पुराने जूते मरम्मत करवा रहा है. നമ്മുടെ ഫിലിം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ബാസാറിലുള്ള ഒരു സീനാണ് ഫിലിമിൽ ആദ്യം കാണിക്കുന്നത്. അവിടെ അലി ഒരു മോച്ചിയുടെ കടയില് ചെരുപ്പ് തന്റെ സഹോദരി സാഹറയുടെ പഴയൊരു ചെരുപ്പ് നന്നാക്കുകയാണ് അല്ലെ കാണുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. जन्नत के बच्चे फिल्म किस दृश्य से शुरू होती है? स्कूल के दृश्य, बाजार के दृश्य, गांव के दृश्य, घर के दृश्य. ഏതാണ് ഫസ്റ്റ് സീന്? ബാസാർ കെ ദൃശ്യ സെ. ആൻസർ ഏതാണ് വരിക? ബാസാർ കെ ദൃശ്യ സെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫിലിം की घटनाओं को क्रम से लिखे. जूते अली से कहीं खो जाते हैं. अली मोची की दुकान पर साहरा के पुराने जूते मरम्मत करवाता है. अली और साहरा जूते मिल बांधकर इस्तेमाल करने की तरकीब निकालते हैं. परेशान होकर अली जूते ढूंढता है. ഇതെല്ലാം ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ കഥ മനസ്സിലുണ്ടെങ്കിൽ ഇതെല്ലാം ഏതാണ് ആദ്യത്തെ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏതാണ് ആദ്യത്തെ സംഭവം എന്നുള്ളത് നമുക്ക് അത് നോക്കി എഴുതാൻ പറ്റും. നിങ്ങൾ ആ കഥ മാത്രം ഓർത്താൽ മതി. ആ കഥ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ കഥയൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഏതാണ്? ഫിലിം കി ഘടനാവും. ഓരോ സംഭവങ്ങളെയും ക്രമത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മളുടെ അലി മൂച്ചിക്ക് ദുക്കാൻ പർ ജൂത്തെ മർമത്ത് കർവാ രഹാ ഹൈ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അലി മൂച്ചിക്ക് ദുക്കാൻ പർ സാഹറ കെ പുരാനെ ജൂത്തെ മർമത്ത് കർവാത്താ ഹൈ എഴുതാം അല്ലെ. പിന്നീട് എന്താണ് പറയുന്നത്? നിങ്ങൾ പാഠഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നീട് घर आते समय गलती से जूते अली से कहीं खो जाते हैं. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് ചെരുപ്പ് നഷ്ടമാവാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എന്ത് എഴുതാം? ജൂത്തെ അലി സെ കहीं खो जाते हैं. നഷ്ടപ്പെട്ടു കഴിഞ്ഞതും അവൻ ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ മൂന്നാമത്തേത് എന്താകും? പരേഷാൻ ഹോക്കർ അലി ജൂത്തെ ढूंढता है. അപ്പോ ടെൻഷൻ അടിച്ച് അവൻ ചെരുപ്പ് തെരയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവര്
വീടെത്തി കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ചിന്തിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട് അല്ലേ? ആ തീരുമാനമാണ് 4ാമത് വരുന്നത് അല്ലേ? എന്താണ് ആ തീരുമാനം? അലി और സാഹ്ര ജൂത്തെ മിൽ ബാണ്ട്കർ ഇസ്തമേൽ കർനെ കോ തർക്കീബ് നിക്കാൽത്തെ ഹെ. ഇതാണ് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റി 4ാമത്തെയാണ്. यह धरती है उस किसान की कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखे. നോക്കൂ. देख रहा है मिट्टी में सोने का सपना, मिट्टी की महिमा गाता है, मिट्टी के ही अंतस्थल में अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. यह धरती है उस किसान की. കവിതാംശ് में സ്വപ്ന के लिए प्रयुक्त शब्द कौन सा है? കവിതയിൽ സ്വപ്നത്തിന് പ്രയോഗിക്കുന്ന ഒരു വേർഡ് ഏതാണ്? സ്വപ്ന അല്ലേ? അപ്പൊ ആ സ്വപ്നയാണ് എഴുതേണ്ടത്. പിന്നീട് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിതയുടെ ആശയം എഴുതുമ്പോൾ എഴുതാം. ഇത് ആരുടെ കവിതയാണ് എന്നുള്ളത് എഴുതണം. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്നത് ആരുടെ കവിതയാണ്? നമുക്ക് എന്ത് എഴുതാം? കേദാർനാഥ് അഗ്രവാൾ की कविता है यह धरती है उस किसान की എന്ന് പറയാം. പിന്നീട് इसमें किसान के संघर्षों के बारे में बताया है എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അല്ലേ? അതേപോലെ मिट्टी की महिमा के बारे में बताया है, किसान मिट्टी को जीवित रखता है, यह धरती उस किसान की है എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആശയം എഴുതാം. നമുക്ക് 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. तुम जियो हजारों साल, साल के दिन हो 50 पढ़े और प्रश्नों के उत्तर लिखे. निम्मी का कल बर्थडे था. आज सुबह से वो तोहफों को खोल खोल कर देखने में लगी है. विनोद अंकल का दिया बर्थडे कार्ड बहुत सुंदर था. उस पर एक कार्टून बना था और लिखा था तुम जियो हजारों साल, साल के दिन हो 50,000. എന്താണ്? നിമ്മിയുടെ പിറന്നാളിന് വിനോദ് അങ്കിൾ ഒരു ബർത്ത്ഡേ കാർഡ് കൊടുത്തിരുന്നു അല്ലേ? അപ്പൊ അതിലൊരു കാർട്ടൂണും ഉണ്ടായിരുന്നു, നമ്മുടെ മിർസ ഗാലിബിന്റെ ഒരു ഷായർ. അതാണ് തും ജിയോ ഹസാരോ സാൽ, സാൽ കെ ദിൻ ഹോ 50,000 ഉണ്ടായിരുന്നു അല്ലെ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കൊക്കെ അറിയാം മിർസ ഗാലിബ് എന്ന് പറയുന്നത് ഉറുദു കവിയാണ്, ഉറുദുവിലെ പ്രമുഖ ഷായർ ആയിരുന്നു അല്ലെ? നോക്കാം. വിനോദ് അങ്കിളിനെ നിമ്മിക്കോ ക്യാ തോഹഫ ദിയ. വിനോദ് അങ്കിള് നിമ്മിക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കൊടുത്തത്? എന്ത് ഗിഫ്റ്റ് ആണ് കൊടുത്തത്? എക് ബർത്ത്ഡേ കാർഡ് അല്ലെ? അതെഴുതാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നിമ്മി अपने ബർത്ത്ഡേ കാർഡ് के അനുഭവों को डायरी में लिखता है. തന്റെ ബർത്ത്ഡേ കാർഡിലുള്ള അനുഭവങ്ങളെല്ലാം നിമ്മി തന്റെ ഡയറിയിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ആ നിമ്മിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഡേറ്റും ഡേയും ഒക്കെ എഴുതിയതിന് ശേഷം ആത്മനിഷ്ഠമായ ഭാഷയിൽ വേണം നമ്മൾ ഡയറി എഴുതണമെങ്കിൽ. അപ്പൊ നമുക്ക് ആജ് കാ ദിൻ മുझे बहुत खुशी का दिन था എന്നൊക്കെ പറഞ്ഞിട്ട് डायरी एदा. मुझे एक कार्ड मिली थी, उस कार्ड पर एक कार्टून था, उसमें मिर्जा गालिब की एक शायर था तुम जियो हजारों साल, साल के दिन हो 50,000 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡയറി എഴുതാം. അടുത്തത് നോക്കൂ. ചിത്ര के अनुसार सूचना पट के लिए उचित वाक्य चुनकर लिखे. ചിത്രം നോക്കിയിട്ട് സൂചനാ പട്ട്, ഓരോ സൂചനാ പട്ടിനും ഉചിത് വാക്യം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നമ്മളുടെ ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് നോക്കി നമുക്ക് എഴുതാം അല്ലേ? ആദ്യത്തേത് നോക്കൂ. ജാൻവരോം കോ ഖാന ഖിലാന മനാ ഹെ. രണ്ടാമത്തെയോ ആഗ് ജലാന മനാ ഹെ. ഏത്? ഹോൺ ബജാന മനാ ഹെ. പിന്നെ നോക്കൂ നാലാമത്തെ ചിത്രം നോക്കിയതിന് ശേഷം കുട്ടികൾ നടന്നു പോവുകയാണ് അല്ലെ? ആകെ സ്കൂൾ ഹെ. പിന്നെ അഞ്ചാമത്തെയോ പൈതൽ ക്രോസിംഗ്, കാൽനടയായി ക്രോസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇത്രയുമാണ് ഉള്ളത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എല്ലാവരും നല്ലപോലെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.